മലബാറിൻ്റെ ഓരോ മണൽത്തരിയിലും തൻ്റെ ആത്മീയമായ സ്വാധീനം പതിപ്പിച്ച മഹാനായ ജ്ഞാനിയായിരുന്നു മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ. അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയും ആത്മീയ ആചാര്യനായും തങ്ങൾ ഇവിടെ സജീവമായി. മലബാറിൻ്റെ ഏത് ഓണം കേറാ മൂലകളിലും ആ സാന്നിധ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. മലബാറിൻ്റെ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിലെ സാമൂഹിക മത രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരാളായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. മലബാറിൻ്റെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ തങ്ങളെ പ്രത്യേകിച്ചും ഇവിടുത്തെ സാമൂഹിക രൂപീകരണത്തിൽ വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ തങ്ങളെ നമുക്ക് അവരുടെ ശേഷിപ്പുകളെ മുൻനിർത്തി അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ മലബാറിൻ്റെ ഹൃദയങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലേക്ക്, പഴയ തറവാടുകളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവിടങ്ങളിലൊക്കെ പലയിടങ്ങളിലും മമ്പുറം തങ്ങളുടെ ശേഷിപ്പുകൾ സൂക്ഷിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ താനൂർ, തിരൂര് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ, ഏറനാടിൻ്റെ ഉൾദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഒക്കെ ഇവിടെ ധാരാളം ഹിന്ദു വീടുകൾ, അതിൽ തന്നെ ദളിത് വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം കഥകൾ നിലനിൽക്കുന്നത് കാണാം. തങ്ങളുടെ പുതിയ ഒരു അന്വേഷണത്തിന്, തങ്ങളുടെ ജീവിതത്തിൻ്റെയും ഇടപെടലുകളുടെയും പുതിയ ഒരു അന്വേഷണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറസ്സായിട്ട് നമ്മൾ കാണുന്നത് ഇത്തരം ശേഷിപ്പുകൾ തന്നെയാണ്. കാരണം തങ്ങളുടെ തലപ്പാവുകളായിട്ട് തങ്ങളുടെ ചെരുപ്പ്, തങ്ങൾ നൽകിയ വടി, ഊന്നുവടികൾ തുടങ്ങി തങ്ങൾ ഉപയോഗിച്ചതോ തങ്ങൾ സമ്മാനമായിട്ട് നൽകിയതോ ആയ ധാരാളം വസ്തുക്കൾ മലബാറിൽ ഇന്നും വളരെ പവിത്രതയോടെ, വളരെ ബഹുമാനത്തോടെ ആദരിക്കപ്പെട്ടു വരുന്നു എന്ന് പറയുന്നത് തങ്ങളുടെ സ്വാധീനത്തിൻ്റെ ആഴം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശം, തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് തന്നെ നിരന്തരം ഇടപെട്ടിരുന്ന കുറ്റൂര് പോലെ, അതുപോലെ പൊന്മുണ്ടം ദേശം പോലെ, കൊടിഞ്ഞി ദേശം പോലെ, അതല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി തങ്ങളുടെ ജീവിതവുമായിട്ട് വളരെ ഇടപെടുകയും ഒരുപാട് സൗഹൃദ വലയങ്ങൾ നിലനിൽക്കുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദേശമാണ് താനൂർ. അവിടെ വിവിധ കാലങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വന്നിരുന്ന ധാരാളം ശേഷിപ്പുകളുണ്ടായിരുന്നു. അവിടുത്തെ പള്ളിയിലെ ഒരു കല്ലടക്കം, സൂക്ഷിച്ചു വന്നിരുന്ന കല്ലടക്കം ധാരാളം ശേഷിപ്പുകൾ, പലതും വിവിധ കാലങ്ങളിലായി നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇന്നും ആ ഒരു ചരിത്രത്തെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ശേഷിപ്പുകൾ ഇന്നും അവിടെ താനൂരിൽ സൂക്ഷിക്കപ്പെട്ടു വരുന്നു. മാത്രവുമല്ല, അത് ആളുകൾ ആ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ തബറുക്കെടുത്തുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തെ പഠിക്കുന്നതിനുള്ള ഒരു സോഴ്സായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വലിയൊരു വസ്തുത തന്നെയാണ്. അറബിക്കടലിൻ്റെ തിരമാലകൾ ചരിത്രം തീർത്ത തീരമാണ് താനൂർ. വ്യാപാരത്തിൻ്റെ തുറമുഖം മാത്രമല്ല, വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും കവാടം കൂടിയാണ് ഈ നാട്. പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും പാദസ്പർശത്താൽ അനുഗ്രഹീതമായ താനൂരിൻ്റെ ചരിത്രത്തിൽ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നാമവും അനശ്വരമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മമ്പുറം തങ്ങളുടെ ആത്മീയ യാത്രയുടെ അനേകം അടയാളങ്ങൾ ഇന്നും താനൂരിൻ്റെ മണ്ണിൽ കാണാൻ സാധിക്കും. പഴയ പള്ളികളുടെയും തറവാടുകളുടെയും തലമുറകൾ കൈമാറിപ്പോരുന്ന ഓർമ്മകൾ മമ്പുറം തങ്ങളും ഈ നാടുമായുമുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ സാക്ഷ്യം വഹിക്കലാണ്. മമ്പുറം തങ്ങൾക്ക് മലബാറിലെ ഉൾനാടുകളുമായിട്ട് കൃത്യമായൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തങ്ങളുടെ ഓരോ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് ആ തറവാട്ടിലെ ആളുകളായിരുന്നു. അപ്പോൾ താനൂരിലേക്ക് വരുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ചില തറവാടുകളായിരുന്നു വലിയ മാളിയേക്കൽ തറവാട്, അതുപോലെ ചുണ്ടൻ വീട്ടിൽ തറവാട്, പുളിക്കലകത്ത് തറവാട്, അതുപോലെ തന്നെ മറ്റു സയ്യിദ് കുടുംബങ്ങൾ. ഈ തറവാടുകളിലെല്ലാം തങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ശേഷിപ്പുകൾ അല്ലെങ്കിൽ തങ്ങൾ ആ കുടുംബത്തിന് നൽകിയ സമ്മാനങ്ങൾ ഇന്നും അവർ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തൂവാലകളുണ്ട്, വലിയ ഷാളുകളുണ്ട്, വാളുകളുണ്ട്, ഊന്നുവടികളുണ്ട്, അന്നത്തെ ചെരുപ്പായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന മെതിയടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ തങ്ങൾ ആ കുടുംബത്തിന് നൽകിയതിന് പിന്നിൽ വലിയ കഥകളും അവർക്ക് പറയാനുണ്ട്. ഇപ്പോൾ വീടുകൾ തീ പിടിച്ചപ്പോൾ അതിൽ നിന്ന് കാവൽ ലഭിക്കാൻ വേണ്ടി,
കുട്ടികൾക്ക് അസുഖമുണ്ടായപ്പോൾ അതിന് ഒരു പരിഹാരമായി. അങ്ങനെ ഓരോ വിഷയങ്ങൾക്ക് ആ കുടുംബത്തിന് തങ്ങളൊരു കവചം പോലെ നൽകിയതാണ് തങ്ങളുടെ നിത്യോപയോഗ വസ്തുക്കളായ പല കാര്യങ്ങളും. അത് ആ കുടുംബം അവരുടെ തറവാടുകളിൽ സൂക്ഷിച്ചു. ഇന്നും ആ തറവാടുകാർ, ആ തറവാട്ടിലെ പുതിയ തലമുറ അത് സൂക്ഷിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത് താനൂർ വടക്കേ പള്ളി. പണ്ട് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഈ പള്ളിയിലേക്ക് ഒരു കല്ലിൻ്റെ ഹൗല് കൊടുത്തയക്കുകയും വൈമധ്യേ അത് പുഴയിൽ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ തങ്ങൾ തന്നെ ഒരു ഷാള് കൊടുത്തയച്ച് ആ കല്ലിനെ വീണ്ടെടുത്ത ഒരു ചരിത്രമുണ്ട്. വടക്കേ പള്ളിക്കടുത്ത് താമസിക്കുന്ന മാളിയേക്കൽ തറവാട്ടിലെ സാഹിർ തങ്ങന്മാർ ഇന്നും ആ ഷാള് വളരെ ഭക്തിപൂർവ്വം സൂക്ഷിച്ചു പോരുന്നുണ്ട്. മമ്പുറത്തപ്പാപ്പ ഉപയോഗിച്ചിരുന്ന ഷാളാണത്. മമ്പുറത്തപ്പാപ്പ ഉപയോഗിച്ചതെന്ന് പറയണമെങ്കിൽ മമ്പുറത്തപ്പാപ്പ യാത്ര ചെയ്ത് പോകുമ്പോഴൊക്കെ അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിരിക്കലും നിസ്കരിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു ഷാളായിട്ടാണ് അതിൻ്റെ ആ രൂപം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ തൊട്ടടുത്തുള്ള ഞങ്ങൾ വീടിനോട് തൊട്ടടുത്തുള്ള വടക്കേ പള്ളി മമ്പുറത്തപ്പാപ്പ എടുപ്പിച്ച പള്ളിയാണത്. മമ്പുറത്തപ്പാപ്പ അവിടുന്ന് പള്ളി എടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഹൗദിന് വേണ്ടിയിട്ട് മമ്പുറത്തു നിന്നാണ് ഒരു അടിയിലിടാനുള്ള കല്ല് വെട്ടിയിട്ട് അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ച് തീരദേശത്തുള്ള കുറച്ച് ആൾക്കാർ പോയിട്ടാണ് ആ കല്ല് കൊണ്ടുവരുന്നത്. ആ കല്ല് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ പുഴയിൽ കൂടി അവർ മുളകൾ ഒന്നിച്ച് അടുപ്പിച്ച് വെച്ചുകൊണ്ട് അതിൽ അവർ കയറി നിന്നിട്ട് ചങ്ങാടെന്ന് പറയും. അപ്പോൾ അല്ല, ആ ചങ്ങാടത്തിൽ കയറി അവർ ഇരുന്നിട്ട് ഈ കല്ല് കയറിൽ കെട്ടിയിട്ട് പുഴയിൽ കൂടി വലിച്ചുകൊണ്ട് വരും. അവർ ആ മുള ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു ചങ്ങാടുണ്ട്. ആ ചങ്ങാടത്തിൽ അവർ കയറി ഇരുന്ന കൊണ്ടുവരാൻ പോയ ആൾക്കാരുണ്ടല്ലോ, അവർ ആ ചങ്ങാടത്തിൽ കയറി ഇരുന്നിട്ട് പുഴയിൽ കൂടി കയറ് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടിരുന്ന സമയത്താണ് കുറേ പോന്നപ്പം കയറും കല്ലും കൂടി അങ്ങനെ വരച്ച് കയറ് പൊട്ടിയിട്ട് കല്ല് താഴെ പോയി. കല്ല് താഴേക്ക് വീണ് പോയപ്പോൾ ഇവിടുന്ന് ഇവർ മുങ്ങാനൊക്കെ അറിയുന്ന വിദഗ്ധരായ ആൾക്കാരാണ് പോയിരിക്കുന്നത്. അവരത് മുങ്ങി പൊക്കാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് കല്ല് പൊങ്ങുന്നില്ല. പൊങ്ങല പല പ്രാവശ്യം ശ്രമം നടത്തി. പക്ഷെ കിട്ടാതായപ്പോൾ അവർ തിരിച്ച് മമ്പുറത്തേക്ക് തന്നെ പോയിട്ട് പാപ്പാനോട് വിവരം പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം അപ്പോഴാണ് ഈ ഷാള് എടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ആ കല്ല് വീണ ഭാഗത്ത് അത് കൊണ്ടുപോയി കാണിച്ചിട്ട് നിങ്ങൾ മുങ്ങിയിട്ട് പൊക്കിക്കോളി, കല്ല് പൊങ്ങിക്കോളും, എന്നിട്ട് അത് കയറിന് കെട്ടിയിട്ട് നിങ്ങൾ കല്ല് പള്ളിയിലേക്കും കൊടുക്കുക. ഷാള് അന്ന് ഈ മാളിയേക്കൽ എന്ന് പറഞ്ഞ ഈ തറവാട് ആ കാലത്ത് തന്നെ, അതായത് ഞങ്ങളെ ഹദർമിയിൽ നിന്ന് ഉപ്പാപ്പുള്ള കാലത്താണത്. അപ്പോൾ ആ സമയത്ത് ആ ഉപ്പാപ്പ ഉള്ള സമയത്താണ് ആ ഷാള് ഇവിടെ തരാൻ വേണ്ടിയിട്ട് പറയുകയും അങ്ങനെയാണ് ഈ ഷാൾ ഇവിടെ എത്താനുണ്ടായ കാരണം. ശക്തമായ കടൽക്ഷോഭവും മത്സ്യലഭ്യത കുറയുമ്പോഴെല്ലാം ഈ നാട്ടുകാർ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ സമീപിക്കുകയും തങ്ങൾ മന്ത്രിച്ചു നൽകുന്ന വടിയോ മറ്റോ കടലിലെറിഞ്ഞ് ഇത്തരം വിപത്തുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താറുണ്ടായിരുന്നു. എളാരം കടപ്പുറം, കോർമാൻ കടപ്പുറം, പണ്ടാരം കടപ്പുറം എന്നീ താനൂരിലെ ഈ 3 മഹല്ലുകൾ ഓരോ വർഷവും മക്കാമിൽ നിന്ന് കൊടി കൊണ്ടുവരികയും അതാത് കടപ്പുറത്ത് നാട്ടുകയും ചെയ്യാറുണ്ട്. ഈ കടലിന് ക്ഷോഭം വന്നു കഴിഞ്ഞാൽ മാസങ്ങൾ അല്ലെങ്കിൽ 2 ആഴ്ച, തീർച്ചയായിട്ടും 2-3 ആഴ്ചകൾക്ക് പണി പറ്റ ബന്ധാവും. മത്സ്യം എന്ന് പറഞ്ഞ സാധനം കിട്ടാക്കനിയല്ല കാണാക്കനി പോലെ ആവും. ആ ഒരു അവസ്ഥയിൽ ഈ മത്സ്യബന്ധനത്തിന് നിൽക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കടൽക്ഷോഭം വന്നു കഴിഞ്ഞാൽ ആ കാലങ്ങളിൽ മമ്പറന്തങ്ങൾ ഉള്ള കാലങ്ങളിൽ ഈ നാട്ടിലെ പൗരപ്രമുഖർ, അതായത് നാട്ടുകാരണവന്മാർ, അവർ മഹല്ലുകളിൽ നിന്നിട്ട് പ്രധാനികൾ തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് പോവുകയും അങ്ങനെ തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് പോയപ്പോൾ തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് വിഷയങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ തങ്ങൾപ്പാപ്പ എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് അന്ന് ഈ ചേറ് എന്ന് പറയും, പദം എന്ന് പറയും, അതായത് തിരമാലകളില്ലാത്ത ഒരു ഓളം പോലത്തെ ഒരു കടൽ, അത് ശാന്തമായ ഒരു കടൽ. അപ്പോൾ ഞങ്ങളുടെ കടൽക്ഷോഭം കാരണം ഞങ്ങൾ പട്ടിണിയിലാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് കടലിൽ പദം വരണം, പദം വന്നെങ്കിലേ ഞങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുള്ളൂ, അതായത് മീൻ പിടിക്കാൻ പോകുള്ളൂ, അല്ലെങ്കിൽ വലക്കാരി താത്താൻ കഴിയുള്ളൂ. ആ ഭാഷയിലാണ് പറഞ്ഞത് നല്ലതെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് വലക്കാരി താത്തണമെങ്കിൽ കടൽ ശാന്തമാവണം. കടൽ ശാന്തമല്ല, കടൽ ആകെ 18 തെരാന്ന് പറയുന്നത്. അതായത് അങ്ങനെ പോയിട്ട് ദൂരത്ത് അങ്ങോട്ട് എത്തുമ്പോഴേക്കിനും 18 തെര പൊട്ടുണ്ടെന്ന് പറയും. ആ കാലങ്ങളിൽ പഴമക്കാർ പറയൽ
കടൽ 18 നേരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാരണവശാൽ പടിഞ്ഞാട്ടേക്ക് നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന കാലഘട്ടം. അങ്ങനെ തങ്ങൾപ്പാപ്പ കൊടുക്കുന്നത് ഒരു ചൂരിലാണ്. ഈ ചൂരിൽ കൊണ്ടുപോയിട്ട് അരായി എന്ന് പറയും, കടൽ തീരത്തിന് അരായി എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഈ ചൂരിൽ കൊണ്ട് അവിടെ കുത്തിയപ്പം കടൽ പറ്റ ശാന്തമാകുകയും സുബൈ അന്ന് അസംസ്കാരം കഴിഞ്ഞ് കൊണ്ടുപോയി വെച്ച സാധനം. സുബൈക്ക് സാധാരണ ഈ മറക്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കടൽപ്പുറത്ത് ഈ തൂറാനിരിക്കുക തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് കഴുകാൻ വേണ്ടി പോയപ്പം പോയവരൊക്കെ ചളിക്കകത്ത് അങ്ങോട്ട് താഴെയാണ്, അരക്ക് മീത ചളിയിലേക്ക് താന്നു പോകാൻ. അത് കടൽ അങ്ങോട്ട് ദൂരത്തേക്ക് പോയി. കടൽ ദൂരത്തേക്ക് പോയിട്ട് എന്തായി, ചളി മാത്രം ആയി, ഉൾവലിഞ്ഞു. കടൽ ഉൾവലിഞ്ഞു. ഇതവിടെ ശാന്തമായി കിടക്കണം. അതും അതിലുള്ള അപ്പം ഉള്ള ചളിയുള്ള ഭാഗം മൊത്തം ചളിയായിട്ട് നിന്നു. അവിടെ പോണവർ താഴേക്ക് പോകുന്നൊരവസ്ഥ. അപകടത്തിലല്ല, അരക്കിപ്പിടൊക്കെ അങ്ങനെ വീണ്ടും നാട്ടുകാർ കൂടിയിട്ട് മമ്പർ തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറയണം, ബഹുമാനപ്പെട്ട തങ്ങേ, ഞങ്ങൾക്ക് ചെറുവലിപ്പ് വേണം. ചെറുവലിപ്പം എന്ന് പറഞ്ഞാൽ തിരമാലകളുടെ ചെറുത്, വലിയ വലിയ തിരമാലകളാണ്, അതിൽ നിന്നിട്ടും ചെറുത്. അതായത് ആ ചെറുതെന്ന് പറഞ്ഞാൽ അപകടപ്പെട്ടതല്ല, പണിക്ക് പോകാനും പറ്റും, എന്നാലോ ഈ ചളിയിൽ നിന്നിട്ട് രക്ഷപ്പെട്ടും പോവുകയും ചെയ്യും. വലിയ തിരമാല പോക്കാൻ പറഞ്ഞപ്പോഴാണ് വലിയ, അതായത് മൊത്തം തിരമാലകൾ പോയിട്ട് ചേറ് പദം വരണം എന്ന് പറഞ്ഞു. ആ പദം വന്നപ്പം കടൽ വാങ്ങിയിട്ട് ചളിയായി മാറി. അപ്പോൾ ആ ചളിയായപ്പോൾ പിന്നെ പണിക്ക് പോകാനും കഴിയില്ല, അപകടത്തിലേക്ക് ആളും പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മമ്പർ തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് തങ്ങേ ഞങ്ങൾക്ക് ചെറുവലിപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പം തങ്ങൾപ്പാ പറഞ്ഞെന്തെന്ന്, ആ ചൂരിലെടുത്തിട്ട് കടലിലേക്ക് ഇറങ്ങണം. ആ ചൂരിലെടുത്ത് കടലിലേക്ക് ഇറങ്ങാൻ കടലടുത്തിട്ട് സാധാരണ പോലെയായി, തിരമാലകളില്ലാതെയായി, ഇവർക്ക് പണിക്ക് പോകാനുള്ള സംവിധാനത്തോടുകൂടിയുള്ള ഒരു ശാന്തമായൊരു മേഖലയായി മാറി. ഈ ഒരവസ്ഥയിലാണ് അന്ന്. ആ കാലം മുതൽ പിന്നെ മമ്പറം തങ്ങൾ ഈ കാലം വരുമ്പോൾ മഹല്ലുകൾ കൂടിയിട്ട് മമ്പറം പോയിട്ട് അവിടെ നിന്ന് ഒരു കൊടി കൊണ്ടുവരും. ഒരു കൊടിയല്ല, 3 മഹൽക്കാർ, 3 മഹല്ലാണ്. എളാരം കടപ്പുറം, പണ്ടാര കടപ്പുറം, കോർമം കടപ്പുറം, അങ്ങനെ 3 മഹല്ലാണ്. ഈ 3 മഹലിലേക്കായിട്ട് 3 കൊടി വാങ്ങും. ഈ 3 കൊടി കൊണ്ടാന്നിട്ട് 3 മഹലിൻ്റെ പരിധി, അതായത് ഒന്ന് ആ നേരെ കൃഷ്ണമുട്ടിയാക്കാൻ തറവാടിന് നേരെ, അത് പാണ്ഡ്യലക്കാർ നേരെ എന്നാ പറയും, ഇവരെ പാണ്ഡ്യലക്കാരെന്നാ വിളിക്കുക. അപ്പോൾ ആ പാണ്ഡ്യലക്കാർ നേരെ ഒന്ന് കുത്തും, പാണ്ഡ്യലക്കാർ നേരെ ഒന്ന് കുത്തും. അത് കൂടാതെ ഒന്ന് താഹപ്പള്ളിന് നേരെ അവിടെ ഒന്ന് കുത്തും, മറ്റൊന്ന് മുഹീദ്ദീൻ പള്ളിന് നേരെ. ആ കൊടി ഓരോ നാട്ടിയതിൻ്റെ ശേഷം പിറ്റേന്ന് കടൽ വളരെ ശാന്തമാകുകയും നല്ല മത്സ്യങ്ങളുണ്ടാവും, മാത്രമല്ല പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും. മറ്റൊരു ചരിത്ര സാക്ഷിയാണ് താനൂരിലെ വലിയ മാളിയേക്കൽ തറവാട്. മമ്പറം തങ്ങളുടെ ഊന്നുവടിയും വാളുകളുമെല്ലാം തലമുറകളായി ഈ കുടുംബം സൂക്ഷിച്ചു പോരുന്നുണ്ട്. കെ ഫാമിലി എന്ന് പറയുമ്പോൾ ഏകദേശം 100-150 വർഷം മുമ്പ് തലശ്ശേരിയുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ചെറിയ മമ്മൂക്കൈ എന്ന് പറയുന്ന നമ്മുടെ സൈനുദ്ദീൻ ഇല്ലേ, വഖഫ് മെമ്പർ സൈനുദ്ദീൻ്റെ ഉപ്പ, ഇവിടെ ഉപ്പ താനൂരാണ്. സൈനുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പേര്, മൂപ്പരുടെ പേര് സൈനുദ്ദീനായിരുന്നു. അപ്പം അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട് ഈ മമ്പുറം തങ്ങൾ താനൂരിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ പോകുമ്പോൾ ഒരു ബന്ധങ്ങൾ ഉണ്ടാവുന്ന പോലെ തന്നെ ഒരു നല്ല ബന്ധം കുടുംബവുമായിട്ടുണ്ടായി. എപ്പോഴെങ്കിലും സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടുത്തെ പഴയ ആളുകളെ കാണുകയും അവരവിടെ പോയി തങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുന്ന അടുപ്പുണ്ടായി. അതിൻ്റെ പേരിലാണെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഒരു കുത്തുവടി, പിന്നെ വാള്, അത് പഴയകാലത്ത് എന്തിനുപയോഗിച്ചു എന്ന് അറിഞ്ഞുകൂടാ, ഒരു 2 വാള് പിന്നെ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആ വീട്ടുകാർക്കുള്ള ഒരു ബഹുമതിയായിട്ടാണ്. തങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, വലിയൊരു റിലേഷനാണല്ലോ അത് കാണിക്കുന്നത്. താനൂരിലെ തോട്ടുങ്ങൽ പള്ളിക്ക് സമീപം ഉണ്ടായിരുന്ന പുളിക്കലകത്ത് തറവാട്ടിൽ തങ്ങൾ നൽകിയ തൂവാലയും മെതിയടിയും ഇന്നും സൂക്ഷിക്കുന്നതിലുപരി വർഷം തോറും അത് പുറത്തെടുത്ത് ആണ്ട് കഴിക്കുകയും ചെയ്യാറുണ്ട്. കത്തി വെള്ളൂർ അടപ്പള് ഇപ്പാപ്പൊരു ദിവസം കയറി വന്നു കണ്ടിട്ട് പറഞ്ഞാൽ നീ തിരിയും കള്ളന് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ധരിച്ചിട്ടുണ്ട്. അത് അന്ന് മുതലത്തിൽ വരെ ഞങ്ങൾ അതിനെ വന്നിട്ടുണ്ട്.
അപ്പോൾ വല്യപ്പാൻ്റെ കണ്ണ് കാഴ്ചയില്ലാഞ്ഞപ്പോഴേ കണ്ണ് രണ്ട് പൂത്ത് മമ്പറത്ത് കൊണ്ടുപോയതിനും മയ്യ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു വല്യമ്മ. അവർ കൊണ്ടുപോയിട്ട് അവരിങ്ങനെ ഈ ജോലിയിൽ മഞ്ചലിയിലൊക്കെയാണ് പോകുന്ന ആൾക്കാരാണ്. ഇക്കാലത്ത് വാഹനങ്ങളൊന്നും ഇല്ലല്ലോ, യാത്ര. അവിടെ പോയപ്പോൾ ചോദിച്ചാൽ ആരാ വന്നിക്കുന്നത്, കുട്ടിയിലത്തെ മായി വന്നിക്കുന്ന തന്നെയല്ല. 10 മണിയൊക്കെ രാവിലെ. അപ്പോൾ ഇവർ നാസ്താക്കുകയാണല്ല, ചക്ക ചുള ചുരിഞ്ഞിട്ട് മുളക് അരച്ചിട്ട് പഞ്ചക്ക ആദ്യം കുഴച്ച് കഴിക്കാനാണ്. അപ്പോൾ ആരായിട്ട് വന്നതാണ്, കുട്ടീനായിട്ട് വന്നതാണ്. കുട്ടി ആണോ പെണ്ണോന്ന് ചോദിച്ചു. കുട്ടി ആൺകുട്ടിയാണ്. അതിനെ ഇവിടെ കൊടുന്നിരുത്തുന്നതാണ്. അങ്ങനെ അവിടെ കൊടുന്നിരുത്തി ഈ ചുള ഇത് ഇത്ര പോലെ ഇങ്ങനെ ഒരു കൈ ഉണ്ടാക്കിങ്ങാണ്ട് അതിൻ്റെ വായി ഉറക്കുന്നതാണ്. തുറന്ന് അതിൻ്റെ കുട്ടീൻ്റെ വായിൽ ഇട്ടുകൊടുത്തത് മുങ്ങാൻ പറഞ്ഞ് അത് മുങ്ങിയപ്പോൾ കുട്ടിയെ പിന്നെ ഇവർ കൈ ഇത് അരിന്ന് കഴിച്ച് മുഖമൊക്കെ തുടച്ച് കുട്ടീനെ തലയിൽ നിർത്തി ഇട്ട് കൊടുക്കുകയാണ്. തലയിൽ കൈ വെച്ചാലാണ് പൊയ്ക്ക പമ്പനാവും. താനൂരിൽ വരുമ്പോഴൊക്കെ തങ്ങൾ വലിയ കുളങ്ങര പള്ളി സന്ദർശിക്കുകയും പള്ളിക്ക് വേണ്ടിയും അവിടുത്തെ ദർസ് അന്ത്യനാൾ വരെ നിലനിൽക്കാൻ വേണ്ടിയും തങ്ങൾ പ്രാർത്ഥിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താനൂരിൻ്റെ മണ്ണിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ സ്മരണകൾ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ജീവിതവും ആത്മീയതയും കാലാതീതമാണെന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. താനൂരിൻ്റെ ആത്മീയ ഭൂപടത്തിൽ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ആ വിശ്വസാന്നിധ്യം കൊണ്ട് തലമുറകൾക്കിപ്പുറവും പുനർവായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.